പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഇപ്പോൾ എത്തുന്ന വാർത്ത ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് കേസിൽ സംസ്ഥാന വ്യാപകമായി PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. എറണാകുളം, തൃശൂർ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ 20ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നവരുടെ വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. ശരണുണ്ട്. ശരൺ, ഏതു സാഹചര്യത്തിലാണ് ഇപ്പോൾ NIAയുടെ റെയ്ഡ് നടക്കുന്നത് PFI കേന്ദ്രങ്ങളിൽ? അരുൺകുമാർ, വലിയ രീതിയിലുള്ള റെയ്ഡിലേക്കാണ് NIA കടന്നിരിക്കുന്നത്. അതായത് PFI കേന്ദ്രങ്ങൾ 20ഓളം PFI കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായി എറണാകുളം, തൃശൂർ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് റെയ്ഡ് നടക്കുന്നത്. അതിൽ തന്നെ പാലക്കാട്, തൃത്താലയിലും ചാലിശ്ശേരിയിലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് റെയ്ഡുകൾ ആരംഭിച്ചിരുന്നത്. എറണാകുളത്തെ റെയ്ഡ് പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ മറ്റ് ജില്ല, അതായത് തൃശ്ശൂർ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ നമുക്കറിയാം 2 കേസുകൾ, അതായത് ഒന്ന് നിരോധക സംഘടനയായ PFI സംബന്ധിച്ചൊരു കേസ് ഇവിടെ NIAക്കുണ്ട്. ഇതിന് പുറമെ തന്നെ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമുണ്ട്. ഈ 2 കേസുകളും ഒരുമിച്ചാണ് NIA അന്വേഷിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പ്രതികളെയും NIAക്ക് പിടികൂടാൻ കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ ചില പ്രതികൾ, അതായത് 5-ലധികം പ്രതികൾ ഒളിവിൽ കഴിയുകയാണ്. ഇവരെ സംബന്ധിച്ചുള്ള വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ NIAക്ക് ലഭിച്ചിരുന്നു. ആ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു റെയ്ഡിലേക്ക് കടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം രാജ്യവ്യാപകമായ റെയ്ഡ് ഒരു കാലത്ത് NIAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ PFI കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ PFI നിരോധിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ PFI നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ പ്രവർത്തനം, രഹസ്യമായിട്ടുള്ള പ്രവർത്തനം, അത് കേരളത്തിലടക്കം ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് NIA എത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റെയ്ഡുകൾ തുടരുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്.